വീണ്ടും തളിർത്തു എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ സ്കൂളിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം സുസ്മിത മനസ്സിലാക്കി പ്രതാപന് ഭ്രാന്തില്ലെന്നും അയാൾ നോർമലാണെന്നും. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം വീണ്ടും പ്രതാപിൻ്റെ അമ്മയെ കാണുവാനിടയായി. മറ്റങ്ങ വെച്ചല്ല, ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിനടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ വെച്ച്. എൻ്റെ കൂടെ താമസിച്ചിരുന്ന രേഖയുടെ ഡെലിവറി ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഞാൻ കുഞ്ഞിനെ കാണുവാൻ ചെന്നതായിരുന്നു. ഇടയ്ക്ക് റൗണ്ട്സിന് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് എന്ന്. അധികമായിട്ടില്ല, മാറി വന്നിട്ടില്ലെന്ന്. എന്നെ കണ്ടതേ കുശലാന്വേഷണം നടത്തി. ആ മോളെ എന്താ ഇവിടെ, എന്താ? ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ കണ്ടിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു വണ്ടി എൻ്റെ അരികിൽ വന്ന് ഓണടിച്ചുകൊണ്ട് നിന്നു. അതവരായിരുന്നു, ഡോക്ടർ നന്ദിനി. കയറോ, ഞാൻ ബസ് സ്റ്റാൻഡിൽ വെക്കാം. മാഡം എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വക ക്വാർട്ടേഴ്സ് ഉണ്ട്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോകാം. ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല, കൂടെ പോയി. അവർ അകത്തേക്ക് നീട്ടി വിളിച്ചു. ശാരദേ, ചായ 2 എടുത്തോളൂ, ഒരു ഗസ്റ്റുണ്ട്. എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. ഒരു ചായ എനിക്ക് തന്നു. ചായ കുടിക്കുന്നതിൽ എന്തുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ പോയോ? എത്ര കുട്ടികളുണ്ട്? ഇങ്ങനെ ചില ചോദ്യങ്ങൾ. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. എന്ത് വീട്? അതെന്താ അങ്ങനെ? ഒന്നുമില്ല, ഞാൻ പോട്ടെ മാഡം. അവർ വീണ്ടും ഒന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ബസ്സിൽ കയറി പോന്നു. യാത്രയിൽ ഞാൻ ഓർത്തു, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വല്ലാത്ത ജന്മം തന്നെയായിപ്പോയി എൻ്റേത്. ഹോസ്റ്റലിലെത്തി പിറ്റേന്ന് ശ്യാമ രേഖയെ കാണുവാൻ പോയി. അവിടെ അവർ ഡോക്ടർ നന്ദിനിയെ കണ്ടു. നന്ദിനി ശ്യാമയോട് സുസ്മിതയെക്കുറിച്ച് അന്വേഷിച്ചു. ശ്യാമ ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും അവർ നിർബന്ധിച്ചപ്പോൾ ശ്യാമയ്ക്ക് പറയേണ്ടി വന്നു. സുസ്മിത ജനിച്ചതും വളർന്നതും പാലക്കാട് പട്ടാമ്പിയിലാണ്. അച്ഛൻ അനിരുദ്ധൻ, അമ്മ സുഹാസിനി, വല്യച്ഛൻ ചന്ദ്രശേഖർ, വല്യമ്മ ശാരദാമണി, ഇത്രയും അടങ്ങുന്ന ഒരു സ്വർഗമായിരുന്നു സുസ്മിതയുടെ വീട്. സുസ്മിതയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ സുഹാസിനിയെ നഷ്ടപ്പെട്ടു. അതിനുശേഷം അനിരുദ്ധൻ മദ്യപാനം തുടങ്ങി. അനിരുദ്ധന് ഭാര്യയുടെ മരണം താങ്ങാനാകുമായിരുന്നില്ല. അയാൾ ദുഃഖങ്ങൾ മറക്കാൻ മദ്യത്തെ പരമാവധി ആശ്രയിച്ചു തുടങ്ങി. ഒരു ഹൈസ്കൂൾ അധ്യാപകനായ അനിരുദ്ധൻ ബോധമില്ലാതെ സ്കൂളിൽ വരെ പോകാൻ തുടങ്ങി. പലപ്പോഴും മദ്യപിച്ച് സ്കൂളിൽ ചെന്നതിൻ്റെ പേരിൽ സസ്പെൻഷൻ വരെ കിട്ടി. ഒരു മുറിബീഡി പോലും വലിക്കാത്ത തൻ്റെ മകൻ്റെ മാറ്റം കണ്ട് ഒരു റിട്ടയർ അധ്യാപകൻ കൂടിയായിരുന്ന ചന്ദ്രശേഖരൻ മാനസികമായി ആകെ തകർന്നു. എല്ലാം കണ്ടും കേട്ടും അമ്മയില്ലാത്ത ആ 7 വയസ്സുകാരി സുസ്മിതയ്ക്ക് കരയുവാനല്ലാതെ മറ്റൊന്നിനും ആകുമായിരുന്നില്ല. മകൻ്റെ പോക്ക് കണ്ട് അധികം താമസിയാതെ മനം നൊന്ത് അച്ഛൻ ചന്ദ്രശേഖർ കിടപ്പിലായി. അത്യാവശ്യത്തിലേറെ സ്വത്തുക്കളും സമ്പത്തും ഉണ്ട് നെല്ലിമംഗലം തറവാട്ടിൽ. സുസ്മിത ജനിച്ചു വളർന്ന തറവാടാണത്. മുത്തച്ഛൻ കിടപ്പിലായതോടെ കുടുംബകാര്യങ്ങൾ നോക്കാനെന്ന വ്യാജേന അനിരുദ്ധൻ്റെ ഒരേയൊരു പെങ്ങളായ അർച്ചനയും ഭർത്താവും മകനും കുടുംബത്തേക്ക് താമസം മാറ്റി. അർച്ചനയുടെ കല്യാണവും മറ്റും വലിയ ആർഭാടമായി നടത്തിക്കൊടുത്തവരാണ്. പോരാത്തതിന് ആവശ്യത്തിലേറെ സ്വത്തുക്കളും കൊടുത്തു. എന്ത് കിട്ടിയാലും മതിവരാത്ത സ്വഭാവമായിരുന്നു അർച്ചനയുടേത്. നേരത്തെയൊക്കെ എപ്പം വീട്ടിൽ വന്നാലും എടുത്താൽ പൊങ്ങാത്തത് കൊണ്ട് തിരിച്ചു പോകുന്ന സ്വഭാവക്കാരിയാണ്. അന്ന് സുസ്മിതയുടെ അപ്പച്ചി അർച്ചന. ഒന്നിനും ശ്രദ്ധയില്ലാത്ത അനിരുദ്ധനും. ആര് വരുന്നു പോകുന്നു എന്നൊന്നും അറിയില്ല. മദ്യപിക്കാത്ത ചില അവസരങ്ങളിൽ സുസ്മിതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. സുസ്മിതയോട് വലിയ സ്നേഹമാണെന്ന് ഭാവിക്കുമെങ്കിലും അപ്പച്ചിയുടെ കണ്ണ് സ്വത്തുക്കളിലായിരുന്നു. അവരുടെ മകൻ ആദർശ് പഠിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഒരു മന്ദബുദ്ധിയെ പോലെയാണ്. അവർക്ക് 2 മക്കളാണ്. അടുത്തത് ഒരു മകളാണ്, ആതിര. അമ്മയേക്കാൾ വിളഞ്ഞ വിത്ത്. ക്രമേണ എല്ലാ ഭരണവും അവർ പിടിച്ചടക്കി എന്ന് പറയുന്നതാണ് ശരി. അടുത്ത ഭാഗവുമായി വീണ്ടും